പ്രവിത, ഈ ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ. ഇപ്പൊ എല്ലാവർക്കും അറിയില്ല, കളർഫുൾ ആണല്ലോ ചിത്രശലഭങ്ങൾ. അതല്ലാതെ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് എന്താണ് വരുന്നത്? എന്ത് ഫീലാണ് വരുന്നത്? ഭയങ്കര സന്തോഷം അല്ലെ, ആഹ്ലാദം. ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മനസ്സുണ്ടാകുന്ന ഒരു സുഖം അത് വേറെയാണ് അല്ലേ. ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം, പറക്കുന്ന സൗന്ദര്യം എന്നൊക്കെ പറയാം പൂമ്പാറ്റകളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എൻ്റെ നാട്ടിലേക്കാണ്. എവിടേക്കാണ്? കോട്ടയത്തേക്കാണ്. അവിടെ കലാലയ മുത്തശ്ശിയായ CMS കോളേജിലേക്ക് എത്തിയ കുറച്ച് അതിഥികളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതൊരു സസ്പെൻസ് ആണ്. അപ്പൊ അത് നമ്മൾ പൊളിക്കുന്നില്ല, കണ്ടറിയുക. വിവിധ വർണ്ണങ്ങളിൽ ചിറക് വിരിച്ച് പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ കലാലയ മുത്തശ്ശിയുടെ ഭംഗി കൂട്ടുന്നു. ക്യാമ്പസിലെ ചെടികൾക്കും പൂക്കൾക്കുമിടയിലൂടെ അവർ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുകയാണ്. വർണ്ണാഭമായ ഈ കാഴ്ച കാണാൻ വിദ്യാർത്ഥികൾക്കും ഏറെ സന്തോഷം. എന്നാൽ ഇവരെ ശല്യം ചെയ്യാനൊന്നും വിദ്യാർത്ഥികൾ ശ്രമിക്കാറുമില്ല. ചിത്രശലഭങ്ങൾക്കായി ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട് CMS കോളേജ്. 40-ലധികം വൈവിധ്യമാർന്ന ശലഭങ്ങൾ ഇവിടെയുണ്ട്. സുവോളജി വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. പഠനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബട്ടർഫ്ലൈ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബട്ടർഫ്ലൈസിന് വേണ്ടതായ ഹോസ്റ്റ് പ്ലാന്റുകൾ നമ്മളിവിടെ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ഒക്കെ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ബട്ടർഫ്ലൈസിന് വേണ്ടതായ ഹോസ്റ്റ് പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ പരിപാലിക്കുന്നത്. സ്റ്റുഡൻസാണ് ഈ ഹോസ്റ്റ് പ്ലാന്റുകൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിലാണെങ്കിലും CMS കോളേജിലെ ആവാസ വ്യവസ്ഥയാണ് ചിത്രശലഭങ്ങളെ അടക്കം ഇവിടേക്ക് ആകർഷിക്കുന്നത്. ശലഭങ്ങൾ മാത്രമല്ല, വിവിധ ഇനം തുമ്പികളും പക്ഷികളുമെല്ലാം ഇവിടെയുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. അപ്പോൾ CMS കോളേജിന്റെ ആ ക്യാമ്പസും അവിടെ എത്തിയ അതിഥികളെയും നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സൊന്ന് സുഖാക്കാൻ വേണ്ടിയിട്ട് തന്ന റിപ്പോർട്ടാണ് അല്ലേ.